ജൂലൈ മാസത്തെ പ്രധാന വാർത്തകൾ. ഇനി തിരഞ്ഞെടുപ്പിന്റെ നാളുകൾ. ഗാന്ധിവിലാസം സ്കൂളിൽ ഇലക്ഷന് തിരിതെളിഞ്ഞു. ബ്ലാത്തൂർ വിഷനിലൂടെ പുതിയ കാൽവെപ്പിനൊരുങ്ങി ഗാന്ധിവിലാസം. ഒരു മാസം നീണ്ട വായനോത്സവത്തിന്റെ സമാപനവും ബഷീർ ദിനാഘോഷവും നടന്നു. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഗാന്ധിവിലാസം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് ബൂത്തിൽ കൗതുകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. സ്കൂൾ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ആദിദേവ്, സാധിക, പാർത്ഥിവ് ഇവർ ഇനി മുതൽ ഗാന്ധിവിലാസത്തിലെ സാരഥികൾ. അറബിക് ടാലന്റ് ടെസ്റ്റ് പരീക്ഷയിൽ മുഹമ്മദ് സോബി, ഷഹാന ഷെറിൻ എന്നിവർ വിജയികളായി. നാട്ടറിവ് തേടി നാട്ടകങ്ങളിലേക്ക് ഗാന്ധിവിലാസത്തിലെ കുട്ടികൾ. ചാന്ദ്രദിനത്തിൽ റോക്കറ്റ് വിക്ഷേപണ മോഡൽ അവതരിപ്പിച്ച് ബ്ലാത്തൂർ സ്കൂൾ. വയനാടിനായി കുടുക്ക പൊട്ടിച്ച് വേദിക. കളിയരങ്ങുകളായി ക്ലാസ് PTA മീറ്റിംഗുകളും. വാർത്തകൾ വിശദമായി. ഇനി തിരഞ്ഞെടുപ്പിന്റെ നാളുകൾ. ഗാന്ധിവിലാസം സ്കൂളിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ജൂലൈ 12 വെള്ളിയാഴ്ച നടക്കുന്നതായി HM രാധിക ടീച്ചർ അറിയിച്ചു. ഒരു മാസം നീണ്ട വായനോത്സവത്തിന്റെ സമാപനവും ബഷീർ ദിനാഘോഷവും നടന്നു. വായനോത്സവത്തിന്റെ സമാപനം എഴുത്തുകാരനായ പത്മനാഭൻ ബ്ലാത്തൂർ നിർവഹിച്ചു. ഗാന്ധിവിലാസം സ്കൂളിലെ ഈ വർഷത്തെ ബഷീർ ദിനം കുട്ടികളിൽ വേറിട്ട അനുഭവമായി. ബഷീർ കൃതികളിലെ കഥാപാത്രങ്ങളുടെ വേഷപ്പകർച്ച നടത്തി കുട്ടികൾ. തുടർന്ന് ഇമ്മിണി വല്യ ഒന്ന് എന്ന ഷോർട്ട് ഫിലിം പ്രദർശനവും നടന്നു. കുട്ടികളെ വായനയിലേക്കും ആസ്വാദനത്തിലേക്കും നയിക്കാനുതകുന്ന ഷോർട്ട് ഫിലിം കുട്ടികളുടെ മനം കവർന്നു. ബ്ലാത്തൂർ വിഷനിലൂടെ പുതിയ കാൽവെപ്പിനൊരുങ്ങി ഗാന്ധിവിലാസം. ബ്ലാത്തൂർ ഗാന്ധിവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിമാസ വാർത്താ ചാനലിന് തുടക്കം കുറിച്ചു. ബ്ലാത്തൂർ വിഷൽ എന്ന പേരിൽ തുടങ്ങിയ ചാനൽ മാതൃഭൂമി ന്യൂസ് അവതാരകൻ ദിവിഷ് മണി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ ഒരു ചാനൽ എന്ന നിലയിൽ തന്നെ നിങ്ങൾ അതിനെ കൊണ്ടുപോകുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ പഠിക്കാം, പറയാം, പങ്കുവയ്ക്കാം അല്ലേ, അങ്ങനെ ഒരു പേരിൽ എല്ലാ മാസവും നിങ്ങളുടെ കഴിവുകളൊക്കെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ബ്ലാത്തൂർ വിഷൻ വലിയ നല്ല ആശയമാണ്. അതിന് എല്ലാവരുടെയും കൂട്ടായ പ്രയത്നം ഉണ്ടാവട്ടെ, പരിശ്രമം ഉണ്ടാകട്ടെ. ഒപ്പം നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ബ്ലാത്തൂർ വിഷൻ എന്നത് കൂടുതൽ വലുതാകാനും ഒക്കെ കഴിയട്ടെ. അപ്പോൾ ബ്ലാത്തൂർ വിഷൻ നിങ്ങളുടെ ഈ പ്രതിമാസ പരിപാടി അതെല്ലാം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവിധ സ്നേഹവും സന്തോഷവും ഒക്കെ നിങ്ങൾക്കും അറിയിക്കുകയാണ്. ഗംഭീരമാകട്ടെ, മനോഹരമായി മുന്നോട്ട് പോകട്ടെ. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്കൂൾ പാർലമെന്റ് ഇലക്ഷനായി ബന്ധപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടന്നു. സ്കൂൾ ലീഡർ, ശുചിത്വ ലീഡർ, അച്ചടക്ക ലീഡർ എന്നീ നേതൃത്വ സ്ഥാനങ്ങളിലേക്കായി 9ഓളം കുട്ടികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. സ്കൂൾ ലീഡർ സ്ഥാനങ്ങളിലേക്കായി പുസ്തക ചിഹ്നത്തിൽ ദേവപ്രിയ, പേന അടയാളത്തിൽ ആദിദേവ്, കമ്പ്യൂട്ടർ അടയാളത്തിൽ ഹൃദയ്, കൂടാതെ ശുചിത്വ സ്ഥാനങ്ങളിലേക്കായി വേസ്റ്റ് ബിൻ അടയാളത്തിൽ ഷാഹിദ്, മോപ്പ് ചിഹ്നത്തിൽ സിഹിനി, ചൂല് അടയാളത്തിൽ സാധിക എന്നിവരും, അച്ചടക്ക സ്ഥാനങ്ങളിലേക്കായി തൊപ്പി അടയാളത്തിൽ സൂര്യകിരൺ, വാച്ച് അടയാളത്തിൽ പാർത്ഥിവ്, ബെൽ ചിഹ്നത്തിൽ നെഹല എന്നിവർ മത്സരിച്ചു. അറബിക് ടാലന്റ് ടെസ്റ്റ് പരീക്ഷയിൽ മുഹമ്മദ് സോബി, ഷഹാന ഷെറിൻ എന്നിവർ വിജയികളായി. UP തലത്തിൽ മുഹമ്മദ് സോബി, LP തലത്തിൽ ഷഹാന ഷെറിൻ എന്നിവർ വിജയികളായി. ഗാന്ധിവിലാസം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക്. പോളിംഗ് ബൂത്തിൽ കൗതുകമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഗാന്ധിവിലാസത്തിൽ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവായി സ്കൂളുകളിൽ കണ്ടുവരുന്ന ബാലറ്റ് വോട്ടിങ്ങിനു പകരം ഇന്നിവിടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏറെ ആവേശത്തോടെയാണ് കുട്ടികൾ വോട്ടിങ്ങിന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിവിലാസത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധി ഹാദിയ ലൈവിലുണ്ട്. നമുക്ക് ഹാദിയോട് ചോദിച്ചു നോക്കാം. പറയൂ ഹാദിയ, എന്തൊക്കെയാണ് അവിടുത്തെ അവസ്ഥ? കടുത്ത പോളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. മത്സരാർത്ഥി സാധിക വോട്ട് ചെയ്ത് ഇറങ്ങുന്നു. നമുക്ക് സാധികയോട് ചോദിക്കാം. വോട്ടിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം? വിജയപ്രതീക്ഷ പോളിംഗ് ആണ് നടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നന്നായി വിജയപ്രതീക്ഷയുണ്ട്. എന്താണ് അഭിപ്രായം തോന്നുന്നു? സ്കൂൾ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ആദിദേവ്, സാധിക, പാർത്ഥിവ് ഇവർ ഇനി മുതൽ ഗാന്ധിവിലാസത്തിലെ സാരഥികൾ.
ഇലക്ഷൻ ഫലം വന്നപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ പിന്തള്ളിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ ആദിദേവ് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ സ്കൂളിന്റെ ശുചിത്വ ലീഡറായി സാധികയും സ്കൂളിന്റെ അച്ചടക്കം നിയന്ത്രിക്കാനുള്ള അച്ചടക്ക ലീഡറായി കുട്ടികൾ പാർത്ഥിവിനെയും തിരഞ്ഞെടുത്തു. വിജയികൾക്ക് PTA ആശംസകൾ അറിയിച്ചു. ചാന്ദ്രദിനത്തിൽ റോക്കറ്റ് വിക്ഷേപണ മോഡൽ അവതരിപ്പിച്ച് ബ്ലാത്തൂർ സ്കൂൾ. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ഗാന്ധിവിലാസം സ്കൂളിൽ ഉണ്ണികൃഷ്ണൻ മാഷിന്റെ നേതൃത്വത്തിൽ റോക്കറ്റ് വിക്ഷേപണ മോഡൽ അവതരിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുഴുവൻ കുട്ടികളും പങ്കാളികളായി. കുട്ടികൾ ഏറെ ആവേശത്തോടെ പങ്കെടുത്ത പരിപാടി അവരെ ശാസ്ത്രചിന്തയുടെ പുതുവിടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കത്തക്ക മികവ് പുലർത്തി. ശേഷം നടന്ന മത്സരങ്ങളിൽ കളറിംഗ് മത്സരത്തിൽ LKG UKG തലത്തിൽ നഷ ഫാത്തിമ, ജെയിൻ ചാർവക്, ശ്രാവൺ കൃഷ്ണ എന്നിവരും, 1ാം ക്ലാസ്സിൽ നിന്നും ഫാത്തിമ K, 2ാം ക്ലാസ്സിൽ നിന്നും ദേവാഞ്ജന എന്നിവരും വിജയികളായി. 1 മുതൽ 4 വരെ ക്ലാസുകളെ മുൻനിർത്തി നടത്തിയ ചുമർ പത്രിക നിർമ്മാണത്തിൽ 2A 1ാം സ്ഥാനവും 4A 2ാം സ്ഥാനവും നേടി. കൂടാതെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ റോക്കറ്റ് നിർമ്മാണ മത്സരത്തിൽ 4Aയിലെ ശബരി കൃഷ്ണ 1ാം സ്ഥാനവും വിജയ് 2ാം സ്ഥാനവും നേടി. 4Aയിലെ ശ്രേയ, 1ാം തരത്തിലെ ഷസിൻ ഫാസിൽ എന്നിവർ 3ാം സ്ഥാനം പങ്കുവച്ചു. ചാന്ദ്രദിന ക്വിസ് മത്സരത്തിൽ 5ാം തരത്തിലെ ആദിദേവ്, ശിവന്യ, ആമിയ എന്നിവർ 1ഉം 2ഉം 3ഉം സ്ഥാനം നേടി. വയനാടിനായി കുടുക്ക പൊട്ടിച്ച് വേദിക. സൂക്ഷിച്ചു വെച്ച തന്റെ സമ്പാദ്യ കുടുക്കയാണ് വേദിക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. നമുക്ക് വേദികയോട് ചോദിക്കാം. പറയൂ വേദിക. എനിക്ക് സൈക്കിള് വാങ്ങണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ വാർത്തയിലൊക്കെ ദുരിതാശ്വാസത്തെ പറ്റി കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. അതുകൊണ്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞ അമ്മയും അച്ഛനും സമ്മതിച്ചതിനാൽ ഞാൻ ദുരിതാശ്വാസത്തിലേക്ക് പൈസ കൊടുത്തു. കളിയരങ്ങുകളായി ക്ലാസ് PTA മീറ്റിംഗുകളും. ക്ലാസ് PTA മീറ്റിംഗുകളിലെ പുതിയ മുഖമായി ഗാന്ധിവിലാസം. PTA മീറ്റിംഗുകളിലെ പഴയ നിയമസംഹിതകളെ തിരുത്തി കുറിച്ചുകൊണ്ട് കളികളും പാട്ടും ഗ്രൂപ്പ് ചർച്ചകളുമായി തനതായ ക്ലാസ് മുറി അനുഭവം ഒരുക്കിയ PTA മീറ്റിംഗ് രക്ഷിതാക്കൾക്ക് പുതിയ അനുഭവമായി. നാട്ടറിവ് തേടി നാട്ടകങ്ങളിലേക്ക് ഗാന്ധിവിലാസത്തിലെ കുട്ടികൾ. നാടറിവുകൾ തേടി നാട്ടകങ്ങളിലേക്ക് കുട്ടികൾ. അകലങ്ങളിലെ കാഴ്ചകൾക്കപ്പുറം നാടിന്റെ സൗന്ദര്യവും നാട്ടറിവുകളും തേടി ഗാന്ധിവിലാസം സ്കൂളിലെ കുട്ടികൾ ബ്ലാത്തൂരിന്റെ വിവിധയിടങ്ങളിലേക്ക് പ്രകൃതി യാത്ര നടത്തി. വാർത്തകൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.